ഇന്നത്തെ വീഡിയോയിൽ ടാലി പ്രൈമിൽ എങ്ങനെയാണ് കമ്പനി ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കാം. എന്ന് വെച്ചാൽ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ സെലക്ട് ചെയ്യാം, എങ്ങനെ ഓൾട്ടറും ഷട്ടും ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ടാലി പ്രൈം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്ന സ്ക്രീൻ, അതായത് ടാലിയുടെ സ്റ്റാർട്ടപ്പ് സ്ക്രീൻ. ഇതിൽ ലെഫ്റ്റ് സൈഡ് മുകളിൽ നിങ്ങൾക്ക് ഒരു ടാബ് കാണാൻ പറ്റും, ഓൾട്ട് കെ കമ്പനി. ഓക്കെ, ഓൾട്ട് കെ ആണ് ആ കമ്പനി എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യാനായിട്ട് വരുന്ന ഷോർട്ട് കട്ട് കീ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഓൾട്ട് എന്നുള്ള സപ്പോർട്ട് കീയുടെ ഒപ്പം കെ എന്നുള്ള ലെറ്ററും കൂടെ ചേർത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓൾട്ട് കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ടാബ് വരും. അതല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കേഴ്സർ ഓൾട്ട് കെ കമ്പനി എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിൽ ക്രിയേറ്റ്, ഓൾട്ടർ, ചേഞ്ച്, സെലക്ട്, ഷട്ട് എന്നിങ്ങനെ ഫസ്റ്റത്തെ സെക്ഷനിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ ക്രിയേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഒന്നുകിൽ കേഴ്സർ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ആരോസ് യൂസ് ചെയ്ത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം എൻ്റർ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് കമ്പനി ക്രിയേഷൻ സ്ക്രീൻ ആണ്. ഇതിൽ കമ്പനി ഡാറ്റയുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ ഡാറ്റയാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കമ്പനിയുടെ നെയിം, മെയിലിംഗ് നെയിം, അഡ്രസ്സ്, സ്റ്റേറ്റ്, കൺട്രി, പിൻകോഡ്, ടെലിഫോൺ തുടങ്ങി ആ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ പേര് സി ലിമിറ്റഡ് എന്നാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ചെറുതായി ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്, സി ലിമിറ്റഡ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നെസസറി ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കാം. ദെൻ എൻ്റർ അടിച്ചിട്ടാണ് നമുക്ക് താഴേക്ക് വരാൻ പറ്റുക. സ്റ്റേറ്റിന്റെ ഓപ്ഷൻ ചോദിക്കുന്ന സമയത്ത് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് സ്റ്റേറ്റ്സ് വരും. നമ്മുടെ കമ്പനി ഏത് സ്റ്റേറ്റിലാണോ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്, ഇപ്പൊ കേരളയിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ കൺട്രി ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്ത് വന്നിട്ടുണ്ട് ഇന്ത്യ. ദെൻ അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ്, പിൻകോഡ്, ടെലിഫോൺ നമ്പർ ഒക്കെ നെസസറി ആണെങ്കിൽ നമുക്കതെല്ലാം അടിച്ചു കൊടുക്കാം. ഇനി ഫിനാൻഷ്യൽ ഇയറും ബുക്സും എപ്പോഴാണ് ബിഗിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 April 2023 ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബേസ് കറൻസി, സിമ്പിൾ, ഫോർമൽ നെയിം, ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ചോദിക്കുന്നത് ആക്സെപ്റ്റ് എന്നൊരു ക്വസ്റ്റ്യനും യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷൻസും ആണ്. അപ്പോൾ വൈ എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ആവുകയും എൻ എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോ ആവുകയും ചെയ്യും. യെസ് പ്രസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാലും ആക്സെപ്റ്റ് ആവും. അപ്പൊ ഇത്രയുമാണ് കമ്പനി ഡാറ്റാസ് എന്ന് വെച്ചാൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ കമ്പനി സേവ് ചെയ്തപ്പോൾ ഉടനെ മറ്റൊരു ഓപ്ഷൻ വന്നു, കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്നുണ്ട്. അതിന്റെ താഴെ എനേബിൾ ദ ഫീച്ചേഴ്സ് ആസ് പെർ യുവർ ബിസിനസ് നീഡ്സ്. നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിനകത്ത് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണോ, ബിൽ ബൈസ് എൻട്രി എനേബിൾ ചെയ്യണോ, ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യണോ, അക്കൗണ്ട്സും ഇൻവെന്ററിയും ഇന്റഗ്രേറ്റ് ചെയ്യണോ, GST ഉണ്ടോ, അതുപോലെ തന്നെ കമ്പനി GST റേറ്റും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ഓർ ഓൾട്ടർ ചെയ്ത് കൊടുക്കണോ, TDS എനേബിൾ ചെയ്യണോ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. ഇതല്ലാതെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഓപ്ഷൻസ് വേണമെങ്കിൽ മുകളിൽ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഷോ മോർ ഫീച്ചേഴ്സ്. ഓക്കെ, കേഴ്സർ യൂസ് ചെയ്ത് പോവാം, അതല്ലെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചിട്ടോ അപ്പ് ആരോ യൂസ് ചെയ്തോ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. അവിടെ ഷോ മോർ ഫീച്ചേഴ്സിൽ നമുക്ക് യെസ് ആക്കി കൊടുക്കാം. അപ്പൊ കണ്ടോ, എക്സ്ട്രാ കുറെ ഓപ്ഷൻസ് വന്നു. അപ്പൊ നമ്മുടെ കമ്പനി ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്, എങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ ആവശ്യം അതൊക്കെ ചിലത് എനേബിൾ ചെയ്യാനും ചിലത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നേരത്തെ നമ്മൾ കമ്പനി ഡാറ്റ സേവ് ചെയ്തതുപോലെ നമുക്ക് താഴേക്ക് വന്നതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പൊ GSTയുടെ ഡീറ്റെയിൽസ് എസ് ആയതുകൊണ്ട് GST ഡീറ്റെയിൽസും കൂടെ ചോദിക്കുകയാണ്. ദെൻ നമുക്ക് എൻ്റർ അടിച്ച് നമ്മൾ സേവ് ചെയ്യുന്നതിന് പകരം, ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള Ctrl+A പ്രസ് ചെയ്താലും സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി വീണ്ടും നമുക്ക് ഓൾട്ട് കെ പ്രസ് ചെയ്യാം. അപ്പൊ കമ്പനി ടാബിലേക്ക് പോകുമ്പോൾ ക്രിയേറ്റിന്റെ താഴെ ഓൾട്ടർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അല്ലെ. എന്തിനാണ് ഓൾട്ടർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ കമ്പനിയുടെ ഡാറ്റ എല്ലാം അടിച്ചു കൊടുത്തില്ലേ, കമ്പനിയുടെ പേര്, ഏത് സ്റ്റേറ്റിലാണ്, ഏത് കൺട്രിയിലാണ്, ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ്, കറൻസി, സിമ്പിൾ, കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇതിൽ എന്തെങ്കിലും നമുക്ക് ഓൾട്ടർ ചെയ്യണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് തിരുത്തി കൊടുക്കണം അഥവാ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ ഓൾട്ടർ. അപ്പൊ ഓൾട്ടർ എടുത്തതിന് ശേഷം ഓൾറെഡി ഇതിലുള്ള 2 കമ്പനീസ് ആണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച A ലിമിറ്റഡും ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത C ലിമിറ്റഡും. ഇതിൽ ഏത് കമ്പനിയാണോ ഓൾട്ടർ ചെയ്യേണ്ടത് എന്നാണ് ടാലി നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ C ലിമിറ്റഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ ഏത് ഡാറ്റയാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം Ctrl+A അടിച്ച് സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ കേരള എന്നുള്ളവിടെ നമുക്ക് സ്റ്റേറ്റ് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഏത് ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം.
ഇനി പുറകിലേക്ക് പോകാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കീ ആണ് എസ്കേപ്പ് കീ കേട്ടോ. ഇനി വീണ്ടും ഞാൻ ഓൾട്ട് കീ പ്രസ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിന്റെയും ഓൾട്ടറിന്റെയും താഴെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ചേഞ്ച് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിൽ അപ്പോൾ ഈ ഓപ്ഷനിൽ ഒന്നുകിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിന് നേരെ നോക്കൂ, ഒരു ഫംഗ്ഷൻ കീ കാണാൻ പറ്റുന്നില്ലേ, എന്താ F3. അപ്പൊ ഒന്നുകിൽ F3 പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ആ ചേഞ്ചിൽ ഓപ്ഷനിൽ പോയി എൻ്റർ അടിക്കാം. അപ്പൊ വീണ്ടും 2 കമ്പനീസ് വരുന്നുണ്ട്. ഓൾറെഡി ഉള്ള കമ്പനീസ് 2 എണ്ണമാണ്. ഇനി 10 കമ്പനീസ് ഉണ്ടെങ്കിൽ ആ 10 കമ്പനീസും അവിടെ വരും. നമുക്കത് ഏതിൽ നിന്നാണ് ഏതിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് അത് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ സി ലിമിറ്റഡിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് അതിലേക്ക് എയിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിൽ എ ലിമിറ്റഡ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്താൽ നോക്കൂ, കേഴ്സർ ചെയ്യുന്ന കാണുന്നില്ലേ. അപ്പൊ എ ലിമിറ്റഡിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നെയിം ഓഫ് കമ്പനിയുടെ ഇവിടെ എ ലിമിറ്റഡ് എന്ന് വന്ന് കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കമ്പനി ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി വീണ്ടും നമുക്ക് കമ്പനി ടാബിലേക്ക് പോവാം. അപ്പോൾ കമ്പനിയുടെ ക്രിയേഷനും ഓൾട്ടറും ചേഞ്ചും കഴിഞ്ഞാൽ 4ാമത് വരുന്ന ഓപ്ഷൻ ആണ് എന്ത്, സെലക്ട്. അതിന് നേർക്ക് ഒരു ഫംഗ്ഷൻ കീ ഉണ്ട്, ഓൾട്ട് പ്ലസ് F3. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓൾട്ട് പ്ലസ് F3 പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സെലക്ടിലേക്ക് പോയി. ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏത് കമ്പനിയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എ ലിമിറ്റഡിലേക്ക് ചേഞ്ച് ആയി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സി ലിമിറ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ തിരിച്ച് ആ സി ലിമിറ്റഡിലേക്ക് പോയി കേഴ്സർ വെച്ചതിന് ശേഷം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നോക്കൂ, കേഴ്സർ പോകുന്നത് നെയിം ഓഫ് കമ്പനിയുടെ താഴെ എന്താ, സി ലിമിറ്റഡ് ആണ്. അപ്പൊ ഞാൻ സി ലിമിറ്റഡ് സെലക്ട് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ ഈ കമ്പനി ടാബില് ഷട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഷട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കമ്പനി ഡിലീറ്റ് ചെയ്യുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് അൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ ഒന്നുകിൽ ഈ ഷട്ട് കമ്പനി എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം, അതല്ലെങ്കിൽ അതിനടുത്തുള്ള ഫംഗ്ഷൻ കീ എന്താ, കൺട്രോൾ പ്ലസ് F3 ആണ്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൽ ഏത് കമ്പനിയാണ് ഷട്ട് ചെയ്യേണ്ടത്. അപ്പൊ സി ലിമിറ്റഡ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് എൻ്റർ അടിക്കുമ്പോൾ നോക്കൂ, ഇവിടെ ഓൾറെഡി ഈ എ ലിമിറ്റഡിന്റെ താഴെ സി ലിമിറ്റഡ് വന്നിരുന്നു. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത കമ്പനി ആയിട്ട് വന്നിരുന്നു. അത് ഇവിടെ നിന്നും ഹൈഡ് ആയി പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടാലി പ്രൈമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കമ്പനി ഡാറ്റാസ്. താങ്ക്